ചരിത്രം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെടുത്ത് വേറെ ആരുമല്ല, ജോസഫേട്ടനാണ്. ജോസഫേട്ട സുഖാണോ? സുഖല്ലടോ, അസുഖ. ജോസഫേട്ട ഒരു തമാശ അല്ല മോനെ, സീരിയസാ. ജോസഫേട്ട ഇങ്ങോട്ടും വന്നേ. ഇത് ഇന്റർവ്യൂ ആണ്, ആൾക്കാർ കാണും. എന്താ മോനെ, പേടിച്ചു പോയോ? അപ്പോൾ ഇന്ന് നമ്മുടെ ജോസഫേട്ടൻ്റെ ജീവിത ചരിത്രമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ജോസഫേട്ട, ജീവിത ചരിത്രം ഒന്ന് പറയാമോ? അതിനെന്താ, പറയാലോ. ജോസഫിന്റെ ബാല്യകാലത്തിലേക്ക്. വല്ലതും തരണേ, 2 ദിവസമായി വല്ലതും കഴിച്ചിട്ട്. വല്ലതും തരണേ. ഓ, പാവം പിടിച്ച പിച്ചക്കാരൻ. സാറേ വല്ലതും തരുമോ? ഓ പാവം, ഇന്നാ. ഹലോ, സുഖല്ലേ? എന്തൊക്കെ? സാറേ ഒരു മിനിറ്റ്, ഇവിടെ ഈ പിച്ചക്കാരനുണ്ട്. സാറേ വല്ലതും തരണം. എന്നാ കുറച്ച് പൈസ, വല്ലതും പോയി കേക്ക്. നന്ദിയുണ്ട് സാറേ, സാറിനെ ദൈവം അനുഗ്രഹിക്കും. ഇന്ന് പറ്റൊരാളും കിട്ടിയില്ലല്ലോ. അവിടെ ഒരാളുണ്ട്, അവന്റെ ക്യാഷ് എടുക്കണം. പൈസ ഞാൻ നിങ്ങളെ കാല് പിടിക്ക. ഈ പൈസ ഒന്നും കൊണ്ടുപോകലേ, ആകെ ഉള്ളതാ. എടാ, നിന്നെ പോലെയുള്ള ആൾക്കാരെ പറ്റിച്ചിട്ടാണ് ഞാനൊക്കെ ജീവിക്കുന്നത്. ദൈവമേ, ഞങ്ങളെ പോലെയുള്ളവരെ നീ എന്തിനാ സൃഷ്ടിച്ചത്? പത്രം. ചേട്ടാ, ഒരു പത്രം. എന്നാ പത്രം. ചൂടുള്ള വാർത്ത. പത്രം. ചേട്ടാ, എനിക്കൊരു പത്രം തരുമോ? എന്നാ പത്രം. നീയൊക്കെ പത്രം വായിച്ചിട്ട് എന്താവാനാ? പത്രം വായനയുടെ ഗുണം വഴിയേ മനസ്സിലായിക്കോളും. PCC സ്കോളർഷിപ്പ് എക്സാം വിജയിക്ക് നൽകുന്നത് 5 ലക്ഷം. 5 ലക്ഷോ? ഒന്ന് പോയി നോക്കിയാലോ. എക്സാം രജിസ്ട്രേഷൻ ഹാൾ. എന്താ പേര്? അഹിയാൻ. എവിടെ സ്ഥലം? പൊന്മള. നെക്സ്റ്റ്. ഒന്ന് മാറിക്കോ. എന്തിനാ എന്നെ ഇങ്ങനെ ബാക്കിലോട്ടാക്കുന്നത്? ഞാനും നിങ്ങളെ പോലെ ഒരു മനുഷ്യനല്ലേ? അതൊക്കെ ശരിയാണ്, പക്ഷെ നിനക്ക് ഞങ്ങളുടെ കൂടെ നിൽക്കുവാൻ ഒരു യോഗ്യതയുമില്ല. നീ ഒരു പിച്ച ചെറുക്കനാണ്. അതെ, ഇവനെയൊന്നും നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളൂല. ഒന്ന് പോകുന്നുണ്ടോ ഇവിടുന്ന്? പൈസയാണ് ഇവിടെ മുഖ്യം. ഇല്ലാത്തവൻ എന്നും ഇല്ലാത്തവൻ തന്നെ. നെക്സ്റ്റ്. എന്താ പേര്? ആസിം. നെക്സ്റ്റ്. പേരെന്താ? മുഹമ്മദ് ഷസൻ. നെക്സ്റ്റ്. പേര്? ഹാസിം കെ. നെക്സ്റ്റ്. പേരെന്താ? ആസിം ബലി. നെക്സ്റ്റ്. എന്താ പേര്? ജോസഫ്. സ്ഥലം എവിടെയാ? എനിക്ക് നാടും വീടും ഒന്നുമില്ല. പിച്ചക്കാരനാ? അതെ. അന്ന് നിങ്ങൾക്ക് പോവാം. എക്സാം ഡേ. നമുക്ക് കോപ്പി അടിക്കാം, ഫുഡ് അടിക്കാം. അതന്നെ ശരി. എന്താ പേര്? അഹിയാൻ. നിങ്ങളെവിടെയാ സ്ഥലം? പൊന്മള.
നിങ്ങളോട് പേരോ? എൻ്റെ പേര് ജോസഫ്. പിച്ചക്കുട്ടി ഒന്ന് പോ. എന്തിനാ ഇവിടെ ഇരുന്നാല്? നിനക്ക് ഞങ്ങൾ കൂടെ ഇരിക്കാൻ ഒരു യോഗ്യതയുമില്ല. ഒന്ന് പോകൂ. സാർ, നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്നോളൂ, കുഴപ്പമില്ല. ഒന്ന് പോ. എന്താണ് ഇവിടെ ഒരു ബഹളം? എല്ലാവരും മിണ്ടാതിരിക്കോ? എക്സാം തുടങ്ങാൻ പോകുന്നു. ഇതാ പേപ്പർ. ആ, എക്സാം സ്റ്റാർട്ട്. എന്താ ഇവിടെ ഒരു ശബ്ദം? ഈച്ച പറഞ്ഞ സാർ. ഈച്ചക്ക് ഇത്രയും ശബ്ദോ? അടുത്ത മാസം 3-ന് എല്ലാവരും ഇവിടെ എത്തണം. എക്സാം റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. റിസൾട്ട് അനൗൺസ് ഡേ. ഹാ, പിച്ചക്കുട്ടി വന്നോ? നീ വന്നിട്ടൊരു കാര്യമില്ല. വട്ടപൂജമാണ് നിനക്ക് കിട്ടാൻ പോകുന്നത്. സൈലൻസ്. ഞാൻ റാങ്ക് അനൗൺസ് ചെയ്യാൻ പോകുന്നതാണ്. 3rd പ്രൈസ് ഗോസ് ടു ഷെസിൻ. യെസ് യെസ്. 2nd പ്രൈസ് ഗോസ് ടു അഹ്യാൻ. യെസ്. Then 1st പ്രൈസ് ഗോസ് ടു ജോസഫ്. എനിക്ക് കൺഗ്രാറ്റുലേഷൻസ്. റിലാക്സ്. എനിക്ക് നല്ലത് വരൂ. അങ്ങനെ ഞാൻ 5 ലക്ഷം കൊണ്ട് ചെറിയ ചെറിയ ബിസിനസ്സുകൾ തുടങ്ങി. അതിൽ കുറച്ചാളുകൾ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഇപ്പോഴത്തെ ഈ നിലയിൽ എത്തിയത്. ഞാൻ അവസാനമായി ഒരു ചോദ്യം ചോദിക്കട്ടെ? ആ, ചോദിച്ചോളൂ. നിങ്ങളുടെ വിജയത്തിൻ്റെ രഹസ്യം എന്താണ്? ഹാർഡ് വർക്ക് ആൻഡ് കോൺഫിഡൻസ്. കഠിനാധ്വാനവും പിന്നെ തളരാത്ത എൻ്റെ ഈ മനസ്സുമാണ് എന്നെ ഈ നിലയിൽ എത്തിച്ചത്. As the curtain draw to a close, the final line of this captivating Malayalam skit remind us the importance of perseverance and dedication. So, I hereby thank the pupils for their elegant performance.